പ്രിയപ്പെട്ട എന്റെ ഉമ്മമാരോട് കൂടി പറയാനുള്ളത്, വളാഞ്ചേരിയിലെ നമ്മുടെ ജുമാ മസ്ജിദിൽ ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ചയോട് കൂടെ നമ്മുടെ ഖുത്ബയുടെ മുമ്പായിട്ട് നടത്തപ്പെടുന്ന ഇസ്ലാമിക പ്രഭാഷണങ്ങൾ, ആ പ്രഭാഷണങ്ങൾ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യപ്പെടാനുള്ള സംവിധാനങ്ങൾ അവിടെ തയ്യാർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ക്യാമറ സെറ്റപ്പോടുകൂടെ നമ്മുടെ മഹലിന്റെ പരിസരങ്ങളിലേക്ക് മുഴുവൻ ഈ ചാനലിലൂടെ, ഈ ടിവിയിലൂടെ അതിന്റെ സംപ്രേഷണം ലൈവായിട്ട് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഓരോ വെള്ളിയാഴ്ചകളിലും ഇനി നമ്മുടെ പള്ളികളിൽ നൽകപ്പെടുന്ന സന്ദേശങ്ങളെ നമ്മുടെ കുടുംബിനികൾക്ക് കൂടി ഉപയുക്തമാകുന്ന രീതിയിലുള്ള സന്ദേശങ്ങളായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനൽ തുറന്നു കഴിഞ്ഞാൽ അന്ന് വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിൽ ഖുത്ബ നിർവഹിക്കുന്നത് ലൈവായിട്ട് തന്നെ വീക്ഷിക്കുവാനും, അഥവാ ആ ഖുത്ബ പ്രഭാഷണത്തിലൂടെ നൽകപ്പെടുന്ന സന്ദേശങ്ങളെ അപ്പടി മനസ്സിലാക്കിയെടുക്കുവാനുമുള്ള സാഹചര്യമുണ്ട്. നിങ്ങൾ വീട്ടിൽ നിന്ന് നമ്മുടെ ടെലി സംവിധാനങ്ങളെ, സ്ക്രീൻ സംവിധാനങ്ങളെ ഇത്തരത്തിലുള്ള ഇസ്ലാമികമായ കാര്യങ്ങൾക്ക് വെറുതെ സീരിയൽ കണ്ടാണ്ട് സമയം കൊല്ലുന്നു, സംസ്കാരങ്ങളെ കളയുന്നു, മക്കളോട് പെരുമാറേണ്ട രീതി മാറുന്നു, മക്കൾ ഉമ്മയോട് പെരുമാറേണ്ട രീതി മാറുന്നു. എന്റെ കുഞ്ഞു പെങ്ങളെ, നിന്റെ വേഷവിധാനം പോലും മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സമ്പ്രദായത്തിൽ നിന്നൊക്കെ നമ്മുടെ സമുദായത്തിന് ശരിക്കും കണ്ട് മാറ്റി പക്ക ഇസ്ലാമിക് ഐഡിയോളജിയിലേക്ക്, ഇസ്ലാമിന്റെ താത്വികമായ നിലപാടുകളിലേക്ക് നമ്മുടെ തലമുറയെ കൊണ്ടുവരാൻ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യ സ്റ്റെപ്പ് എന്ന രീതിയിൽ വളാഞ്ചേരി അതിന് ആവിഷ്കാരം ചെയ്തിരിക്കുകയാണ്. ഇത് ഞാൻ ചിന്തിക്കുന്നത് കേരള സംസ്ഥാനത്തിൽ തന്നെ ഒരു ആദ്യ സ്റ്റെപ്പായിരിക്കും. പക്ഷേ ഇതിനോട് അനുബന്ധമായിട്ട് തന്നെ പരിസരത്തെ മസ്ജിദുകളും അതുപോലെ തന്നെ പരിസരത്തെ മഹല്ലുകളും ഈ സിസ്റ്റം ഒന്ന് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് സംബന്ധമായ ഉപദേശങ്ങളൊക്കെ നമ്മളുമായി തേടി കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്, ഇസ്ലാമിന്റെ ഇൽമ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ നിങ്ങളുടെ റബ്ബിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്യേണ്ടത് ഹിക്മ, തന്ത്രപരതയിലൂടെ, യുക്തിപരതയിലൂടെ നല്ല നല്ല കാര്യങ്ങൾ കൊടുത്തിട്ട്, നല്ല നല്ല ഉപദേശങ്ങൾ നമ്മുടെ തലമുറക്ക് കൊടുത്തിട്ടാണ് അവരെ ഇസ്ലാമിലേക്ക് പ്രബോധനം ചെയ്യേണ്ടത്.